അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം. ഉച്ചഭക്ഷണത്തിന് വിട്ട സമയത്ത് ടീച്ചേഴ്സ് ഭക്ഷണം കഴിക്കുന്ന ഇടയിലാണ് കുട്ടികൾ ഓടി വന്ന് പറഞ്ഞത് ഇങ്ങനെ ടീച്ചറെ 2 കുട്ടികൾ ഇങ്ങനെ തലകറങ്ങി വീണു എന്നുള്ളത്. അങ്ങനെ ടീച്ചേഴ്സ് ഓടി കുട്ടികളെ എടുത്ത് ചെന്നു. അപ്പോൾ കുട്ടികൾ ആകെ ഇങ്ങനെ വിറയ്ക്കുന്നതാണ് അവർ കണ്ടത്, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. അപ്പോൾ അപ്പോഴത്തേക്കും വണ്ടി വിളിച്ച് കുട്ടികളെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് ചെയ്തത്. അതായത് കഴുത്തിൽ ഞരമ്പിൽ പിടിച്ച് ശക്തമായിട്ട് അമർത്തുമ്പോൾ അവർക്ക് എന്തോ ഒരവസ്ഥയിലേക്ക് പോകുമെന്നാണ് പറഞ്ഞത്. ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത് കണ്ടും അങ്ങനെ ആകുമ്പോൾ അവർ തലകറങ്ങി മോഹാലിസ്യപ്പെട്ട് താഴേക്ക് വീഴുന്നു. അപ്പോൾ ഇത് കണ്ടിട്ടാണ് ഈ 2 കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വന്ന് തലകറങ്ങിയതെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. തൃശൂർ കൊടുങ്ങല്ലൂരിലെ ഒരു ഗവൺമെന്റ് സ്കൂളിലെ 4 വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണ സമയത്തെ ഇടവേളയിൽ ബോധം കെട്ട് വീഴുന്നു. ക്ലാസ് മുറിക്കകത്ത് വെച്ചാണ് ഇവർ ബോധം കെട്ട് വീഴുന്നത്. ഒരു ആൺകുട്ടിയും 3 പെൺകുട്ടിയും അടക്കം 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ബോധം കെട്ട് വീണത്. ഈ കുട്ടികൾ ബോധം കെട്ട് വീണതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്കൂളിലെ പ്രധാന അധ്യാപിക നൽകുന്ന വിശദീകരണം നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതാണ്. അത് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നല്ല മഴയായിരുന്നതിനാൽ കുട്ടികളൊന്നും ഗ്രൗണ്ടിലേക്ക് പോയില്ല, മറിച്ച് ക്ലാസ് മുറിക്കകത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അധ്യാപകർ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന വേളയിലാണ് കുറച്ച് കുട്ടികൾ വന്ന ഇത്തരത്തിൽ 4 കുട്ടികൾക്ക് ബോധം കെട്ട് ക്ലാസ്സിൽ വീണിട്ടുണ്ട് എന്നുള്ള കാര്യം അധ്യാപകരോട് പറയുന്നത്. ഉടൻ തന്നെ അധ്യാപകർ ക്ലാസ്സിലെത്തുന്നു, കുട്ടികളുടെ മുഖത്തേക്ക് വെള്ളം തളിക്കുന്നു. വെള്ളം തളിച്ചിട്ടും കുട്ടികൾ സ്വബോധത്തിലേക്ക് തിരിച്ചു വരാത്തൊരു സാഹചര്യത്തിലാണ് അധ്യാപകർ ഉടനെ തന്നെ ഒരു വണ്ടി വിളിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആശുപത്രിയിലെത്തി പ്രഥമ ശുശ്രൂഷ നൽകിയതിനു ശേഷം കുട്ടികൾക്ക് ബോധം വരികയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് അധ്യാപകർ അന്വേഷിച്ചപ്പോൾ മറ്റു കുട്ടികളോട് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് യൂട്യൂബിലെ ഹിപ്നോട്ടിസം വീഡിയോ കണ്ട ആ വീഡിയോ പരീക്ഷിച്ചതാണ് ഇത്തരത്തിൽ കുട്ടികൾക്ക് ബോധക്ഷയമുണ്ടാവാനുള്ള കാരണമെന്നാണ് ഈ കുട്ടികൾ അധ്യാപകരോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഹിപ്നോട്ടിസത്തിൻ്റെ സമയത്ത് ഈ കുട്ടികൾ മറ്റു കുട്ടികളുടെ സഹായത്താൽ കഴുത്തിന് പിന്നിലെ ഞരമ്പിലേക്ക് ശക്തിയായി അമർത്താൻ പറയുന്നു. ഈ ശക്തിയായി അമർത്താൻ പറഞ്ഞപ്പോഴാണ് അല്ലെങ്കിൽ ശക്തിയായി അമർത്തിയപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾക്ക് ബോധം കെട്ടത്. ആദ്യം 3 വിദ്യാർത്ഥികൾക്കായിരുന്നു ബോധം കെട്ടത്, പിന്നീട് 4ാമത്തെ വിദ്യാർത്ഥിക്കും ബോധം കെടുകയായിരുന്നു. എന്നാൽ ഹിപ്നോട്ടിസമാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദഗ്ധരും അല്ലെങ്കിൽ ഡോക്ടർമാരും ഒക്കെ പറയുന്നത് ഇത് ഹിപ്നോട്ടിസം അല്ല, ഹിപ്നോട്ടിസത്തിൽ ഇങ്ങനെ ഒരു രീതി ഇല്ല എന്നുള്ളതാണ്. പിന്നീട് ഈ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റിപ്പോർട്ടുകൾ വായിച്ചപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതായത് ഈ ഹിപ്നോട്ടിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പ്രൊഫഷണലായി കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്ന ഒരുപാട് വിദഗ്ധർ യൂട്യൂബിലും മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലുമുണ്ട്. എന്നാൽ ഹിപ്നോട്ടിസം എന്ന പേരിൽ ചോക്കിംഗ് ഗെയിം നടത്തുന്ന ചില യൂട്യൂബർമാരും ചില ഇൻഫ്ലുവൻസർമാരും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഇത്തരത്തിലുള്ള വീഡിയോ പങ്കുവെക്കാറുണ്ട്. ഇവർ ഹിപ്നോട്ടിസം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പങ്കുവെക്കുന്ന പല വീഡിയോകളും അത് മരണം വരെ സംഭവിക്കാവുന്ന ചോക്കിംഗ് ഗെയിമുകളാണ് എന്നാണ് ചില ആർട്ടിക്കിളും ചില റിപ്പോർട്ടുകളും വായിച്ചപ്പോൾ മനസ്സിലായത്. ഇത്തരത്തിൽ വളരെ മാരകമായിട്ടുള്ള ചോക്കിംഗ് ഗെയിം കളിക്കുമ്പോൾ ബോധക്ഷയം, മസ്തിഷ്കക്ഷയം അടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ, എന്തിന് മരണം വരെ സംഭവിക്കാമെന്നാണ് ചില ആർട്ടിക്കിളുകൾ വായിച്ചപ്പോൾ മനസ്സിലായത്. അതായത് ഈ കുട്ടികൾ കളിച്ചത് ചോക്കിംഗ് ഗെയിമാണ് എന്ന് അല്ലെങ്കിൽ ഹിപ്നോട്ടിസം ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും ഈ ഹിപ്നോട്ടിസത്തിൻ്റെ മറവിൽ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ സുലഭമാണ്. അത് പലരും പരീക്ഷിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഹിപ്നോട്ടിസത്തെ പറ്റി കൂടുതൽ അറിയുമ്പോൾ അതൊക്കെ നമുക്കൊന്ന് ചെയ്ത് പരീക്ഷിച്ചു നോക്കാമെന്ന പലരും കരുതും. അത് വിദ്യാർത്ഥികൾ മാത്രമല്ല മുതിർന്നവർക്കടക്കം വരെ ഇത്തരത്തിൽ ഹിപ്നോട്ടിസം ഒന്ന് പരീക്ഷിച്ചാൽ എന്താണ് എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു ത്വര അതിനോട് ഉണ്ടാകും. പക്ഷേ ഹിപ്നോട്ടിസം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിദഗ്ധരും അത് പ്രൊഫഷണലിസമായി കൈകാര്യം ചെയ്യുന്ന ആളുകളും മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല തന്നെയാണ്. ഇതിൻ്റെ മറവിൽ ഒട്ടനവധി ചതിക്കുഴികൾ, നേരത്തെ പറഞ്ഞതുപോലെ ചോക്കിംഗ് ഗെയിമുകളടക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.